അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സർവകാല താഴ്ചയിലേക്ക്. രൂപയുടെ മൂല്യത്തകർച്ച തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാര്യമായ ഇടപെടലുകൾ നടത്താത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് പ്രവാസികൾക്ക് ആശ്വാസമാവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സർവകാല താഴ്ചയിലേക്ക് നിലം പതിക്കുന്നത് നിക്ഷേപകർക്കിടയിലും വിപണിയിലെ വ്യാപാരികൾക്കിടയിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. രൂപയുടെ മൂല്യത്തകർച്ച തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാര്യമായ ഇടപെടലുകൾ നടത്താത്തതാണ് വിപണിയെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്നാൽ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവിൽ ആശ്വാസവും പ്രതീക്ഷയുമാണ് ഗൾഫ് നാടുകളിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾക്ക് ലഭിക്കുന്നത്. അതേസമയം വിദേശത്തുനിന്ന് ക്രൂഡ് ഓയിൽ, ഇലക്ട്രോണിക്സ്, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ വ്യാപാരികൾക്ക് ഇതിനായി കൂടുതൽ തുക നൽകേണ്ടി വരും. ഇത് അവരുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കും. ഈ മാസത്തിൽ മാത്രം രൂപയുടെ മൂല്യത്തിൽ ഏകദേശം 2% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യൻ കറൻസികളിൽ തന്നെ ഏറ്റവും മോശം പ്രകടനമാണ് ഇന്ത്യൻ രൂപ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തിൽ എണ്ണവില കുറഞ്ഞതും വിദേശ നിക്ഷേപങ്ങളും ഡോളർ നിക്ഷേപങ്ങളും ആകർഷിക്കാൻ ഇന്ത്യ നടത്തിയ നീക്കങ്ങളും രൂപയ്ക്ക് നൽകിയ താൽക്കാലിക ആശ്വാസം പൂർണ്ണമായും ഇല്ലാതായി. റിസർവ് ബാങ്കിന്റെ നയങ്ങളിൽ വന്ന മാറ്റവും ബാങ്കിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ അനിശ്ചിതത്വത്തിന് പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിപണിയിൽ RBI എപ്പോൾ ഇടപെടണമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. വിപണി തന്നെ രൂപയുടെ മൂല്യം തീരുമാനിക്കട്ടെ എന്നും അമിതമായ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെട്ടാൽ മതിയെന്നുമാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നിലപാട്. എന്നാൽ രൂപയിലുള്ള വിശ്വാസം നിലനിർത്താൻ ബാങ്ക് കൂടുതൽ ശക്തമായി വിപണിയിൽ ഇടപെടണമെന്നാണ് ചിലർ വാദിക്കുന്നത്. സാധാരണയായി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് രൂപയെ ബാധിക്കാറുണ്ടെങ്കിലും ഇന്തോനേഷ്യൻ റുപ്പിയ, ഫിലിപ്പൈൻ പെസോ തുടങ്ങിയ മറ്റ് ഏഷ്യൻ കറൻസികൾക്ക് ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ ഇടിവ് രേഖപ്പെടുത്തുന്നില്ല. ഡോളർ ശേഖരം വൻതോതിൽ വിറ്റഴിക്കാൻ RBI തയ്യാറാകാത്തതും തിരിച്ചടിയാവുന്നുണ്ട്. നിലവിൽ $675.2 ബില്യൺ വിദേശ നാണ്യ ശേഖരം ഇന്ത്യയ്ക്കുണ്ടെങ്കിലും ഡോളർ കരുതൽ ശേഖരം സംരക്ഷിക്കുന്ന നയമാണ് നിലവിൽ RBI സ്വീകരിക്കുന്നത്. US ഡോളറിന് 96.24 രൂപ, UAE ദിർഹത്തിന് 26.27 രൂപ, സൗദി റിയാലിന് 25.62 രൂപ, ഖത്തർ റിയാലിന് 26.4 രൂപയ്ക്ക് മുകളിൽ, ഒമാനി റിയാലിന് 250 രൂപയ്ക്ക് മുകളിൽ, കുവൈറ്റ് ദിനാറിന് 310.36 രൂപ, ബഹ്റൈനി ദിനാറിന് 255 രൂപയ്ക്ക് മുകളിൽ എന്നിങ്ങനെയാണ് കറൻസി നിരക്കുകൾ. അതിനിടെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഈ കനത്ത ഇടിവിനെ വലിയ ആശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഗൾഫ് നാടുകളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾ നോക്കിക്കാണുന്നത്. വിദേശ കറൻസികൾക്ക് പകരം നാട്ടിലേക്ക് പണമയക്കുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ഉയർന്ന വിനിമയ നിരക്ക് ലഭിക്കുന്നത് പ്രവാസികൾക്ക് താൽക്കാലികമായി വലിയ നേട്ടം തന്നെയാണ്. റിയാൽ, ദിർഹം, ദിനാർ തുടങ്ങിയ ഗൾഫ് കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യം കുറയുന്നത് നാട്ടിലേക്ക് കൂടുതൽ പണമയക്കാൻ പ്രവാസികൾക്ക് സഹായകരമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.